പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കാർഷിക കൈത്തറി കയർ കുടുംബശ്രീ ഉൽപ്പന്ന പ്രദർശന വിപണന മേളയുടെ സമാപന സമ്മേളനം വൈകിട്ട് 4 മണിക്ക് ഗൗരീശ്വര ക്ഷേത്ര മൈതാനിയിൽ വെച്ച് നടന്നു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV എബ്രഹാം അധ്യക്ഷത വഹിച്ചു. കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമ്പ്രക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, 13ാം വാർഡ് മെമ്പർ ഉഷ സോമൻ, പള്ളിപ്പുറം പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ ഉഷ സദാശിവൻ, പള്ളിപ്പുറം കയർ വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് KK പുഷ്കരൻ, ചെറായി കൈത്തറി സഹകരണ സംഘം പ്രസിഡന്റ് അജിത സുരേഷ്, ഇക്കോ ഷോപ്പ് സെക്രട്ടറി CP സുഗുണൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി KB ലിസി നന്ദിയും പറഞ്ഞു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള സഹകാരികളെ, പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് അതിൻ്റെ 100 വർഷം പൂർത്തീകരിച്ച് അതിൻ്റെ ആഘോഷ പരിപാടികൾ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഗൗരീശ്വരത്ത് തന്നെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. വിവിധങ്ങളായ പരിപാടികൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സാംസ്കാരിക മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും മറ്റു സാമൂഹിക മേഖലയെ സ്പർശിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന നിലയിൽ പരമ്പരാഗത മേഖലയെ, അതോടൊപ്പം കുടുംബശ്രീ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയുൾപ്പെടെയുള്ള വിഭാഗങ്ങളെയെല്ലാം സംരക്ഷിക്കുക അല്ലെങ്കിൽ ചേർത്ത് നിർത്തുക എന്ന സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട പള്ളിപ്പുറത്തെ കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിലാണ് ഇന്നിവിടെ ഇതിൻ്റെ പ്രദർശനവും വിപണനവും എല്ലാം നടന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പള്ളിപ്പുറം സഹകരണ ബാങ്ക് ഒട്ടനവധിയായിട്ടുള്ള ക്ഷേമ മേഖലയിലായാലും അതിലെ അംഗങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലയിലായാലുള്ള പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സഹകരണ മേഖല നേരിടുന്ന പല വിധങ്ങളിലുള്ള വെല്ലുവിളികൾ നമ്മളുടെ ബാങ്കിൻ്റെ പ്രവർത്തനത്തെയും ഇച്ചിരി കാർക്കശ്യമായുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. അത് ഈ സ്ഥാപനത്തിൻ്റെ ശരിയായിട്ടുള്ള മുന്നോട്ട് പോക്കിന് വേണ്ടിയാണെന്നുള്ള ഒരു കാര്യം അതിലെ അംഗങ്ങളും അതിൻ്റെ സഹകാരികളെല്ലാവരും മനസ്സിലാക്കണം എന്നാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. ഈ സ്ഥാപനം നല്ല നിലയിൽ നിലനിർന്നാൽ മാത്രമേ അതിലംഗങ്ങൾക്ക് തുടർന്നങ്ങോട്ട് ക്ഷേമ കാര്യങ്ങളിലായാലും മറ്റു സാമ്പത്തിക കാര്യങ്ങളിലായാലും കൃത്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു പോകാൻ നമുക്ക് സാധിക്കൂ എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. ഈ മെമ്പർ ശ്രീമതി ഉഷ സോമൻ ഉൾപ്പെടെ വേദിയിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, സഹകാരി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ബാങ്കിലെ ജീവനക്കാരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് 1924 ഈഴവ പരസ്പര സഹായ സംഘം എന്ന പേരിൽ മുൻപത്തെ ആരംഭിക്കുകയും പിന്നീട് 1962 പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് എന്ന പേര് മാറ്റിക്കൊണ്ട് സർവീസ് സഹകരണ ബാങ്കായിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 2024 100 വർഷം തികഞ്ഞു. അങ്ങനെ ശതാബ്ദിയുടെ ഭാഗമായി നമ്മളെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും തുടർന്ന് നിരവധിയായിട്ടുള്ള പരിപാടികൾ ഇതിനോടകം തന്നെ നമ്മൾ നടത്തി തീർക്കുകയും ചെയ്തു. ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച മാതിരി നമ്മുടെ ഗ്രാമത്തിലെ ഇതര സഹകരണ സംഘങ്ങൾ, അതായത് കയറ്, കൈത്തറി, അതുപോലെ കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ,
എക്കോ ഷോപ്പിലെ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം പ്രദർശിപ്പിക്കുകയും അതിൻ്റെ വിൽപ്പന നടത്തുകയും ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമത്തിൽ നടക്കുന്നുണ്ട് എന്ന് അവരെല്ലാം നമ്മളെ ഈ സഹകരണ പ്രസ്ഥാനം പള്ളിപ്പുറം സർവീസ് സഹകരണ പ്രസ്ഥാനം കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവരുടെയും കൂടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെയും കൂടെ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഈ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മൾ ഈ സമൂഹത്തെ അറിയിക്കുക. നമുക്കറിയാം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഇന്ത്യക്ക് തന്നെ ആകെ മാതൃകയായിട്ടുള്ള ഒരു സഹകരണ പ്രസ്ഥാനമാണ്. സഹകരണ പ്രസ്ഥാനം ഏറ്റെടുക്കാത്ത ഒരു മേഖലയും ഇന്ന് കേരളത്തിൽ ഇല്ല. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മുടെ ഗോപിച്ചേട്ടൻ പറയും. കാരണം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നായകനാണ് ഗോപിച്ചേട്ടൻ. കേരള ബാങ്കിന്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് കേരള ബാങ്കാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഹെഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് നേതൃത്വം കൊടുക്കുന്ന ഗോപിച്ചേട്ടൻ അതിന്റെ വിശദാംശങ്ങളെല്ലാം നിങ്ങളോട് പറയും. നമ്മുടെ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് നിരവധിയായിട്ടുള്ള അതിന്റെ പ്രാഥമിക ചുമതലയായിട്ടുള്ള ബാങ്കിങ് പ്രവർത്തനങ്ങളോടൊപ്പം ഇതര മേഖലകളിലും അതിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമ്മൾ നടപ്പാക്കുന്നുണ്ട്. അതുപോലെ കാർഷിക മേഖലയായാലും ശരി, മറ്റ് ഏത് മേഖലയായാലും ശരി, നമ്മൾ ആ മേഖലകളിലെല്ലാം ഇടപെട്ടുകൊണ്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് താങ്ങും തണലുമായിട്ട് നമ്മൾ നിലനിൽക്കുന്നുണ്ട്. സഹകരണ പ്രസ്ഥാനം ഒരു ഗ്രാമത്തിലെ അത്താണിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സമൂഹത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർക്ക് താങ്ങായിട്ട് സഹകരണ പ്രസ്ഥാനം കൂടെ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞകാല സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രളയകാലത്താലും ശരി, കോവിഡ് വന്നപ്പോഴും എല്ലാം തന്നെ സമൂഹം നേരിട്ട വെല്ലുവിളികളോടൊപ്പം അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി സഹകരണ പ്രസ്ഥാനം നിലനിന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും ബോധ്യമുള്ള സംഗതി. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ആഗ്രഹമാക്കി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി രമണി അധ്യക്ഷവേദിയിലുള്ള സമരാർത്ഥികളായ ജനനേതാക്കളെ, ബഹുമാന്യരായ സുഹൃത്തുക്കൾ, ഈ പരിപാടി അധ്യക്ഷൻ്റെ പ്രസംഗം വളരെ ചുരുക്കത്തിലാണെങ്കിലും എന്തൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം ആ ചെറിയ പ്രസംഗത്തിൽ തന്നെ ഉണ്ടെന്ന് എന്നത് നമ്മുടെ ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ നമ്മളൊരു പൂർവ്വകാലം എന്ന് പറഞ്ഞാൽ അനേക ശതാബ്ദങ്ങൾക്ക് മുമ്പുള്ള ഒരു കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്തെ ചരിത്രം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നമ്മുടെ വൈപ്പിങ്കര ഭാഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയായ അനേക പ്രവൃത്തികൾക്ക് രൂപപ്പെടുത്തുന്ന പ്രദേശം. ഇവിടെ സൂചിപ്പിച്ചില്ലേ 100 കൊല്ലക്കാലം പിന്നീട്, ഒരു 100 വർഷക്കാലം മുമ്പ് ഇങ്ങനെ ഒരു സഹകരണ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കണം എന്നുള്ളൊരു ചിന്ത, അത് ആ ആലോചനയും തീരുമാനവും പ്രവൃത്തിപഥത്തിലെത്തുന്ന രംഗം നമ്മളൊന്ന് ആലോചിച്ചാൽ ഇന്ന് നമുക്ക് പലർക്കും കഴിയില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും അവരുടെ ജീവിതത്തിൽ ഗുണപരമായി കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ള ഒരു തീരുമാനം, അതല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനം, അത് മനസ്സിൽ കയറി കൂടിയപ്പോഴാണ് എന്നാൽ നമുക്കൊരു സഹകരണ സംഘത്തിന് രൂപം കൊടുക്കാം. 100 കൊല്ലക്കാലം പിന്നീട് നമ്മുടെ വക്കീല് കോടതിയിൽ മാത്രമല്ല സഹകരണ മേഖലയിൽ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചറിയാം. സർക്കിൾ സഹകരണ യൂണിയന്റെ വൈവിധ്യാർന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം. അതിലെല്ലാത്തിലും ഒരു വ്യത്യസ്തത
എല്ലാ കാര്യങ്ങളിലും ഒരു പുതുമയും പ്രത്യേകതയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രദേശമാണ്. എന്തായാലും ഇന്നിതുപോലെ ചെറുതും വലുതുമായ വിവിധങ്ങളായ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അത് പ്രദർശിപ്പിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കാനും എടുത്തിയ നിലപാട് വളരെ നന്നായി നമ്മൾ വക്കീല് സൂചിപ്പിച്ച ഒരു കാര്യം, സഹകരണ മേഖല സ്വച്ഛന്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സത്യസന്ധമായി പറഞ്ഞ ജനങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതെ ആർജിച്ച ഒരു മേഖലയായി. അതിന് പത്രക്കാരുടെയും മാധ്യമങ്ങളുടെയും സഹായം ഇല്ലാതെ തന്നെ കേരളീയ ജനസമൂഹത്തിന്റെ ചങ്കിൽ വല്ലാതെ പതിഞ്ഞ ഒരു മേഖലയാണ് സഹകരണ മേഖല. അതൊക്കെ ഒരു സംശയാസ്പദ അന്തരീക്ഷം ഉണ്ടാക്കാൻ ആരാണ് യഥാർത്ഥത്തിൽ അതിന്റെ തുടക്കം കുറിച്ചത് തോന്നി. ഈ കരുവന്നൂർ വരുന്നത് വരെ സത്യസന്ധമായി പറഞ്ഞാൽ നമ്മളൊരു പക്ഷെ അറിയുന്നുണ്ടാവില്ല എങ്കിലും ജനങ്ങളുടെ മുമ്പിൽ ഇതൊരു കൊള്ളയാണല്ലോ എന്നുള്ളത്. ജനങ്ങളുടെ പണം സൂക്ഷിക്കാൻ പ്രതിജ്ഞയെടുത്ത് പൊതുരംഗത്ത് ഒത്തിരി കാലമായി പ്രവർത്തിച്ചു വരുന്ന ജനങ്ങളുടെ തന്നെ അറിയപ്പെടുന്ന നേതാക്കൾ ഒരുമിച്ച് വട്ടം കൂടിയിരുന്ന ആ പാവപ്പെട്ട സാധാരണ മനുഷ്യന്റെ പണം കൊള്ള ചെയ്തു എന്നാണ് പറയുന്നത്. എന്തെല്ലാം കഥകൾ നമ്മൾ വായിച്ചു, എല്ലാം സത്യസന്ധമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ കരുവന്നൂരിന്റെ തകർച്ചയ്ക്ക് ശേഷം അതിന്റെ പ്രവർത്തനം നേരായ രൂപത്തിൽ കൊണ്ടുവരാൻ ചെറുതും വലുതുമായ നിക്ഷേപത്തുക തിരിച്ച് കൊടുക്കേണ്ട ആളുകൾക്ക് കൃത്യതയോടുകൂടി തിരിച്ച് ഏൽപ്പിക്കാനും ദൈനംദിനമായി അതിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും ഒരു MDA കൊടുക്കണമെന്ന് കേരള സർക്കാർ കേരള ബാങ്കിനോട് ആവശ്യപ്പെട്ട് നമ്മളൊരാൾ കൊടുത്തു. അദ്ദേഹം അവിടെ ചുമതല വഹിച്ചതിന് ശേഷമുള്ള മാറ്റങ്ങളുടെ ഏതെല്ലാം രംഗത്താണ് എന്നുള്ളത് നമുക്ക് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ആക്രമണം സംഘടിപ്പിച്ച ഒരൊറ്റ പത്രം പോലും, അതാണ് ഏറ്റവും വിചിത്രമായ സംഗതി. 5 ദിവസക്കാലം തുടർച്ചയായി മലയാള മനോരമ, മാതൃഭൂമി 2 പത്രങ്ങൾ എന്താണ് എഴുതി പിടിപ്പിച്ച നമുക്കൊരു ആ 5 ദിവസക്കാലത്തെ ലേഖന പരമ്പര വളരെ ക്ഷമയും സമചിത്തതയും അസാമാന്യമായ ഒരു ചങ്കുറപ്പുള്ള ഒരു സാധാരണ പ്രവർത്തനം മാത്രമേ അത് വായിച്ചിട്ടുള്ളൂ. അത്രയധികം ആക്രമണം അവർ സംഘടിപ്പിക്കുകയുണ്ട്. ഞാനത് ചെയ്ത ആളുകള് പരസ്യം മേടിക്കാൻ കേരള ബാങ്കിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാ ബഹുമാനവും എല്ലാ ഇഷ്ടം രേഖപ്പെടുത്തിക്കണം. ഈ 5 ദിവസക്കാലം കൊണ്ട് നിങ്ങളുടെ പത്രം എനിക്ക് നേടി. എറണാകുളം ജില്ലയിൽ നിന്ന് 337 കോടി രൂപ സാധാരണ മനുഷ്യന്റെ നിക്ഷേപം അവർ പിൻവലിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഫെഡറൽ ബാങ്കിലും കാത്തലിക് സുലൈം ബാങ്കിലുണ്ടായിരുന്നു. സഹകരണ മേഖലയ്ക്ക് എന്താ ഈ എഴുത്തുകാരുടെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ആയി ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങളായി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പൂർവികർക്കൊരു വലിയ പങ്ക് ഈ സ്ഥാപനമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടവരാണ്. ഞങ്ങളൊക്കെ അവര് സഹിച്ച കഷ്ടപ്പാടിന്റെ അനുഭവങ്ങൾ, ഗുണഫലങ്ങൾ അത് നേരിട്ട് ഏറ്റുവാങ്ങുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. എത്രയധികം ത്യാഗനിർഭരമായ ജീവിതം നയിച്ചിട്ടുണ്ടാവുക. അത് തല്ലി തകർക്കാൻ നിങ്ങൾക്കല്ലാതെ നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എഴുതുന്നതിന് ഞങ്ങളെതിരല്ല. അവരുടെ കരുതലിന് വേണ്ടി നിങ്ങൾ എന്തെഴുതിയാലും എതിരല്ല. ഈ ചെയ്തതിന്റെ ഗുണഫലം നിങ്ങൾ മനസ്സിലാക്കണം. ഞാനൊരു ജില്ലയുടെ ഫണ്ട് പോയതിന്റെ കണക്ക് വരുമ്പോൾ നിങ്ങളിൽ പലരും
14 ജില്ലയിൽ എന്തായിരിക്കും പോയത്? 337 കോടി ഇവിടുന്ന് പോയെങ്കിൽ 14 ജില്ലയിൽ. കേരള ബാങ്കിന് നഷ്ടം വന്ന ഒരു 4 അക്ക സംഖ്യയാണ്. നമ്മളത് പുറത്തു പറഞ്ഞില്ല. കാരണം പിന്നീട് തലക്കെട്ട് ഇതായിരിക്കും 6867 കോടി അല്ലെങ്കിൽ 8217 കോടി കേരള ബാങ്കിന് നഷ്ടം വന്നു അല്ലെങ്കിൽ ചോർന്നു പോയി. ഈ നഷ്ടം നേരിട്ട സഹകരണ പ്രസ്ഥാനങ്ങൾ പിടിച്ചു നിൽക്കുകയാണ്. ആ ഒറ്റപ്പെട്ട സംഭവത്തിന് പുറമെ പിന്നെയുണ്ടായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ കണ്ടല എന്ന് പറഞ്ഞ സംഭവം, അതിന്റെ പ്രസിഡന്റ് ഇപ്പോഴും ജയിലിൽ കിടക്കുക. വിയ്യൂർ പുൽപ്പള്ളി വലിയ സംഭവവികാസം ഉണ്ടായി. ഒരു 4-5 സഹകരണ പ്രസ്ഥാനങ്ങൾ കേരള ബാങ്കിൽ അഫിലിയേറ്റ് ചെയ്ത 1629 സംഘം, 58 അർബൻ ബാങ്ക് കൂടാതെ 1600 പ്രൈമറി സംഘങ്ങളുണ്ട്. 5-6 തലങ്ങളിലാണ് ഈ പ്രശ്നമുണ്ടായത്. കരുവന്നൂരിന്റെ കാര്യത്തിൽ ഞാൻ ചുമതല വഹിക്കുന്ന അദ്ദേഹത്തോട്, നിങ്ങൾ പോയിട്ട് ആദ്യത്തെ ആഴ്ചയിൽ എന്തൊക്കെ 1-2 ആഴ്ച കൊണ്ട് ചെയ്തു. അപ്പൊ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോ ഒരു 50,000 രൂപയുടെ നിക്ഷേപമുണ്ട്. 28,638 പേരുണ്ട്. എല്ലാവർക്കും 50,000 അല്ല, അല്ലെ 10,000, 20,000, 30,000, അത് 50,000 രൂപ വരെ അതിന്റെ കീഴിലുണ്ട്. അപ്പൊ നമ്മുടെ സാധാരണ തൊഴിലുറപ്പ്, ഓട്ടോറിക്ഷ, ചെത്ത് തൊഴിലിപ്പോഴും നിലനിൽക്കുന്ന പ്രദേശത്ത് അതിന്റെ കുടുംബാംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങളുടെ ഒക്കെ കാശായിരിക്കും, ചെറിയ പൈസ ഇല്ല. അത് കംപ്ലീറ്റ് തിരിച്ചു കൊടുക്കും. അത്രയും പണം തിരിച്ചു കൊടുക്കും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ കാണുമ്പോ 2 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപം തിരിച്ചു കൊടുക്കും. വലിയ തുക വന്നത് ഈ പിടിച്ചെടുത്ത സ്വത്തുമായി ക്ലബ് ചെയ്തൊരു അന്വേഷണം നടക്കുന്നതിന്റെ പരിധി നിൽക്കുന്നു. പരിഹാരമുണ്ട്. പക്ഷെ വന്ന മുറിവ് കേരളത്തിലാകെ ഉണ്ടാക്കിയൊരു വിശ്വാസ തകർച്ചയുണ്ട്. സഹകരണ മേഖലയിലെ ആദ്യകാല മുതിർന്നവരെ കാണുമ്പോൾ ജനങ്ങളപ്പോൾ കൈവക്കും. കാരണം സ്വാതന്ത്ര്യ സമര സേനാനികളെ തന്നെയായിരുന്നു അവരുടെ അംഗീകാരം. 33 രൂപയാക്കി കഴിഞ്ഞ 2 വർഷം. എൻ്റെ ഭാര്യയുടെ കാരണം 1.5 ലക്ഷം രൂപ. കാരണം ഒരിക്കൽ എൻ്റെ അമ്മായി വീട്ടിൽ വന്നപ്പോൾ ഞാൻ കുളിക്കുക, ശാന്ത നമ്മുടെ ഗോപിക്ക് എന്ത് ശമ്പളം ഉണ്ടാവും അമ്മായി? എന്നിട്ട് അമ്മായി തന്നെ പറയാം 1.5 ലക്ഷം രൂപ ഉണ്ടാവില്ല. അപ്പോൾ ഇവള് പറയാ ശരിയമ്മായി, ഇവിടെ ഒന്നും കാശ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് തന്നിട്ട് പോകുള്ളൂ, ഇതൊന്നും പറയില്ല. എന്ത് ദുഷ്ട മനസ്സ് ഞാൻ തലവർത്തിട്ട് ഈ സൈസ് ഒരാളുടെ കൂടെയാണ് ഞാൻ ജീവിക്കണമെന്ന് ഞാൻ. നമുക്കിവിടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ജില്ലാ കേരള ബാങ്കിൻ്റെ എറണാകുളം ജില്ലാ നേതൃത്വം വഹിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഗോപി കോട്ടമുറിക്കൽ അവറുകൾ, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബാങ്കിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ പരിപാടികൾ ഇവിടെയെല്ലാം പ്രതിപാദിക്കുകയുണ്ടായി. അതുപോലെ ബാങ്കിൽ നിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ബാങ്കിൻ്റെ 100ാം വാർഷികം കഴിഞ്ഞ ഫെബ്രുവരിയിൽ തുടങ്ങി ഇപ്പോൾ ഫെബ്രുവരിയിൽ അവസാനിക്കുമ്പോൾ വിവിധങ്ങളായ പരിപാടികൾ എല്ലാം ഇവിടെ പറഞ്ഞതാണ്. എങ്കിലും ഏറ്റവും മറ്റുള്ള സർവീസ് സഹകരണ ബാങ്ക് പോലെ തന്നെ മറ്റുള്ള സംഘങ്ങൾ, ഇപ്പൊ മത്സ്യത്തൊഴിലാളി സംഘങ്ങളാണെങ്കിലും അതുപോലെ കൈത്തറി, കയർ, എല്ലാത്തിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ബാങ്ക്, സാധാരണക്കാരുടെ ബാങ്കായിട്ടുള്ള നമ്മുടെ ബാങ്ക് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ മാസം നമുക്കറിയാം നമ്മുടെ വനിതാ സംഗമം നടത്തി.
അതും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 2 സംഘടനയെ, 2 ഹരിതകർമ്മസേന അതുപോലെ തന്നെ ആശാപ്രവർത്തകർ അവരെല്ലാം നല്ല രീതിയിൽ ആദരിച്ചും വനിതകളെ ചേർത്ത് പിടിച്ചും മുന്നോട്ട് പോയി. അതാണ് ആ ഒരു അതും കൂടെയാണ് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു പോന്നിട്ടുള്ള കാര്യങ്ങൾ. അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു വർഷം നമുക്കറിയാം, നമ്മുടെ എല്ലാം ഇവിടെ നോക്കുമ്പോൾ അറിയാം, നമ്മുടെ എക്കോ ഷോപ്പിന്റെ വിവിധ പച്ചക്കറി വിത്തും വളവും തൈകളെല്ലാം നല്ല ഭംഗിയായി തന്നെ ഇവിടെ നടത്തുമ്പോൾ നമ്മുടെ ജനങ്ങളെ അത്രയും പ്രയോജനപ്പെടുത്തുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. രാവിലെ ഞാൻ വരുമ്പോഴും ഇപ്പോഴാണെങ്കിലും വലിയൊരു തിരക്ക് കാണുന്നില്ല. തിരക്ക് കാണാത്തതിന്റെ പ്രധാന കാരണം നമ്മൾ ജനങ്ങൾക്ക് ഇപ്പോഴും നല്ല സാധനങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടായിട്ടില്ല. ഇവിടെ ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ, ഞാനും ചേച്ചിയും കൂടി വരുമ്പോൾ 2 പേര് ഇവിടെ നിന്ന് പോകുന്നത് തിരിച്ചു പോകുമ്പോൾ പറയാണ് ഭയങ്കര വില കൂടുതലാണ്. സാധനങ്ങളുടെ ക്വാളിറ്റിയോ അതിന്റെ ഗുണമോ ആരും ശ്രദ്ധിക്കാറില്ല. എവിടെയെങ്കിലും വില കുറച്ച് കിട്ടുമ്പോൾ അത് വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കൈത്തറി ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കഴുകും തോറും തെളിഞ്ഞു വരുന്ന ഒരു വിഭവമാണെന്ന്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെയാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്ര നല്ല ബാങ്കും എന്നിരുന്നാലും നമ്മുടെ ബാങ്ക് സർവ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ, 1 വർഷത്തെ പരിപാടി നടത്തുമ്പോൾ വിവിധ മേഖലയിലുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ബാങ്കിനെ നമ്മൾ ജനങ്ങളുടെ ബാങ്കാണ്. ജനങ്ങളെന്നും കൂടെ ഉണ്ടാവണം. ജനങ്ങളുണ്ടെങ്കിലേ നമ്മുടെ ഈ പ്രസ്ഥാനം നിലനിന്ന് മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മുടെ ഉദ്ഘാടകൻ കോട്ടമടക്കൽ അവർ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മണി അജയൻ അവർ, അതേപോലെ നമ്മുടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ ഈ പറഞ്ഞോണം തന്നെ നമ്മുടെ ബാങ്ക് ആദ്യകാലം തുടങ്ങി തന്നെ നമ്മുടെ പാവപ്പെട്ട ജനങ്ങളോട് ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് നമ്മുടെ. എല്ലാ മേഖലയിലും നമ്മുടെ ബാങ്ക്, അതായത് കൈത്തറി, കാർഷിക മേഖല, ഈ ഒരുപാട് കർഷകർ നമ്മുടെ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ നാളായിട്ട് നമുക്ക് കുറെ പച്ചക്കറികളെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ശ്രമിക്കും. ഈ ബാങ്കാണ് ആദ്യം അതിന് ഈ പറഞ്ഞോണം എല്ലാ പ്രോത്സാഹനങ്ങളും നൽകിയിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള ബഹുമാന്യരെ, പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് അതിന്റെ 100ാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് കഴിഞ്ഞ 1 വർഷമായി നടത്തിവരുന്ന വിവിധ പ്രവർത്തനങ്ങൾ വളരെ ജനോപകാരപ്രദമായിട്ടുള്ളവ തന്നെയാണ്. നമുക്ക് ഏത് വിഭാഗത്തിലായാലും, സാമൂഹ്യ മേഖലയിലായാലും, സാമ്പത്തിക മേഖലയിലായാലും, ആരോഗ്യ മേഖലയിൽ, കാർഷിക മേഖലയിൽ, എല്ലാ വിഭാഗത്തിലും സഹകരണ ബാങ്ക് കൈവെക്കാത്ത ഒരു മേഖലയും നമ്മൾ കടന്നു പോയിട്ടില്ല. നമ്മുടെ പ്രാദേശികമായ വികസനത്തിലെ ബാങ്കിന്റെ ഒരു നല്ല കയ്യൊപ്പ് എപ്പോഴും. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കേരള ബാങ്കിന്റെ ചെയർമാൻ OP കോട്ടമൂർ സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ സഹകാരികൾ, ഞാനിവിടുത്തെ ഒരു പീഡിത വ്യവസായത്തിൻ്റെ ഒരു മുഖ്യ ചുമതലക്കാരനാണ്. പള്ളിപ്പുറം സർവീസ് ബാങ്കിൻ്റെ പള്ളിപ്പുറം കയർ സംഘത്തിൻ്റെ ഒരു മുഖ്യ ചുമതലക്കാരനാണ്. ഞങ്ങളുടെ വ്യവസായം, ആ സ്ഥാപനം ഇന്ന് നിലനിന്നു പോകുന്നത് കേരള സർക്കാരിൻ്റെയും അതേപോലെ വർഷത്തിലൊരിക്കൽ നമ്മുടെ പള്ളിപ്പുറം സർവീസ് ബാങ്കിൻ്റെയും ചില സഹായങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ വ്യവസായത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത്. ഓരോ വർഷവും അതിന് വ്യവസായം നോക്കി വരുമ്പോൾ പ്രവർത്തനാഷ്ടമാണ് അതിനെ കാണുന്നത്. അപ്പോൾ ഈ പള്ളിപ്പുറം സർവീസ് ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങളുടെ സഹായം ഞങ്ങൾക്ക് അതൊരു വലിയ നിലനിർത്തിക്കൊണ്ടുപോകാൻ പ്രോത്സാഹനമാണ്. പക്ഷേ എങ്കിലും ഞങ്ങൾ ആ കിട്ടുന്ന സംഖ്യയിൽ നിന്നും എല്ലാ വർഷവും ഓണത്തിന് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ഒരു ചെറിയ 10 കിലോ അരിയൊക്കെ വിതരണം ചെയ്ത് കൊടുക്കുന്നൊരു സമ്പ്രദായം, ചിലപ്പോൾ ഒരു സാരി ഓണമായിട്ട് വിതരണം ചെയ്ത് കൊടുക്കുന്ന സമ്പ്രദായമൊക്കെ ഞങ്ങൾ തുടർന്നു വരാറുണ്ട്. അത് ഞങ്ങളപ്പോൾ അവരോട് പറയും,
ഇത് പള്ളിപ്പുറം സർവീസ് ബാങ്ക് തരുന്ന പീഡിത വ്യവസായത്തിനുള്ള സഹായത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റൊരു സംഗതി, നമ്മുടെ സർവീസ് ബാങ്ക് ഒരു 50 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 1971 കാലത്ത് ഒരു 10 സെന്റിൻ്റെ പട്ടയം പണയം വെച്ച് ഒരു വായ്പക്ക് അപേക്ഷിച്ചാൽ നമ്മൾ 1000 രൂപക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ അന്ന് നമുക്ക് ലഭിക്കാൻ കഴിയുന്ന സംഖ്യ 500 രൂപയാണ്. ഈ 500 രൂപ തരണമെങ്കിൽ അപേക്ഷ വെച്ചാൽ അവർ പറയും 3 മാസം കഴിഞ്ഞിട്ട് തരാൻ കഴിയൂട്ടോ, അപ്പോഴൊക്കെ ഈ കാശ് അവിടെ ആവുള്ളൂ, പണം വന്നാലേ നമുക്ക് തരാൻ പറ്റുള്ളൂ. ആ വിധത്തിൽ ദരിദ്ര നിലയിൽ നിന്ന് നമ്മുടെ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഇന്നിപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള പീഡിത വ്യവസായങ്ങളെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് കാലത്ത് ഒരു കുടുംബശ്രീ വായ്പക്ക് അപേക്ഷിച്ചാൽ അത് വൈകുന്നേരം നമുക്ക് മറ്റു ബാധ്യതകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം കാശ് ലഭിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സർവീസ് ബാങ്ക് നമ്മളെ സഹായിക്കുന്നു. ഈ വളർച്ച ബാങ്കിന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലും ആ വളർച്ച ഉണ്ടായിട്ടുണ്ട്. സമൂഹത്തിൽ ഇപ്പം അന്ന് 500 രൂപ 53 വർഷം മുമ്പ് 500 രൂപ വായ്പ എടുത്തു കഴിഞ്ഞാൽ 27 രൂപ മാസം അടക്കണം. 27 രൂപ മാസം അടക്കാൻ അന്ന് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ 500 രൂപ 27 രൂപ അടക്കാനായിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ 1,20,000 രൂപയുടെ കുടുംബശ്രീ വായ്പ എടുത്താൽ അത് കൃത്യമായി തിരിച്ചടക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട്. ഈ വളർച്ച, ഇത് സമൂഹത്തിന്റെ വളർച്ച. ഈ വളർച്ചയുടെ പിന്നിൽ ഒരുപാട് ജീവന്റെ നഷ്ടപ്പെട്ട കഥകളുണ്ടാവും, ഒരുപാട് മർദ്ദനമേറ്റ പാടുകളുണ്ടാവും, ഒരുപാട് പരുക്കുകളുടെ പാടുണ്ടാവും, ഒരുപാട് ത്യാഗങ്ങളുടെ പാടുകളുണ്ടാവും. ഇതേപോലെ ആർജിച്ച ഒരു സാമൂഹ്യ വളർച്ച ഇത് നമ്മുടെ ബാങ്കിനും ആ വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നമ്മുടെ പള്ളിപ്പുറം സർവീസ് ബാങ്ക് ഇങ്ങനെ ഒരു 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ഈ പരിപാടി നടത്താനായിട്ട് വേണ്ടി വന്ന എല്ലാ പരിപാടികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശതാബ്ദി ആഘോഷവേളയിൽ കൈത്തറി, കയർ, കാർഷിക ഉൽപ്പന്നങ്ങൾ നടത്തുകയും പ്രദർശനം നൽകുക ബാങ്കിനും ബാങ്കിന്റെ ഭാരവാഹികൾക്കും ഭരണസമിതികൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൽ നിന്നുള്ള പ്രചോദനം ഏറ്റെടുത്തുകൊണ്ടാണ് പള്ളിപ്പുറം പഞ്ചായത്തിന്റെ കീഴിൽ നമ്മുടെ ഈ ഗ്രാമത്തിന് ഒരു എക്കോ ഷോപ്പ് 2019 സ്റ്റാർട്ട് ചെയ്തത്. അത് അന്ന് ഞങ്ങൾ ഏകദേശം 100-ൽ താഴെ അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് ഞങ്ങൾക്കത് അംഗങ്ങൾ കൂടി 600-ൽ താഴെ ഏകദേശം 567 അംഗങ്ങളോളം എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മളത് പോകുന്നുണ്ട്. പിന്നെ ഈ ഗ്രാമത്തിലേക്ക് വേണ്ട കർഷകർക്ക് വേണ്ട ഒരുവിധം അവർക്ക് വേണ്ട എല്ലാ വിത്ത് തുടങ്ങി അതിൻ്റെ വിളവെടുപ്പും അതിൻ്റെ പരിപാലനത്തിന് വേണ്ട സാമഗ്രികളും പിന്നെ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുത്ത് വിൽക്കാനൊക്കെയുള്ള ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങൾ എത്തുകയും ഇപ്പോഴും വളരെയധികം പേര് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഏകദേശം ഒരു 50% ആൾക്കാർ ഇവിടെ കൃഷി ചെയ്യുന്ന 50% ആൾക്കാരും ഞങ്ങളുടെ സേവനം ഇതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഇതിൽ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ കഴിഞ്ഞ 1 മാസം മുമ്പാണ് ഈ ഇങ്ങനൊരു മേള നടക്കുന്നതും അതിൽ ഞങ്ങളുടെ ഒരു സ്റ്റാള് ഇടണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി 1 മാസക്കാലം നന്നായിട്ട് വർക്ക് ചെയ്ത് ഞങ്ങളുടെ ആവുന്നത്ര സാധനങ്ങളുടെ പ്രദർശനം നടത്തുകയും ചെയ്തു. അപ്പം അതിൽ പുതിയ ഐറ്റംസൊക്കെ, അതായത് കേരള കാർഷിക സർവകലാശാല ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ ജൈവ കീടനാശിനികളായാലും ജൈവ വളക്കൂട്ടുകളായാലും എല്ലാം എക്കോ ഷോപ്പിൽ കാർഷിക സർവകലാശാല എടുക്കുന്ന അതേ വിലയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദർശനത്തിന് ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കുകയും അത് സൗകര്യപ്പെടുത്തുന്നതിൽ വളരെ നന്ദിയുണ്ട്. പിന്നെ ബാങ്കിന്റെ ശതാബ്ദിയുടെ സമാപനത്തിന് മുന്നോടിയായിട്ട് എല്ലാ മാസങ്ങളിലും നടത്തുന്ന പരിപാടിയിലെ അവസാനത്തെ പരിപാടിയായിട്ടാണ് ഇന്ന് ഈ മേള നടത്തുന്നത്. പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന കാർഷിക, കൈത്തറി, കയർ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങളെ
ഒരു കുടക്കീഴിൽ അണിനിരത്താൻ വേണ്ടി ഇന്ന് ബാങ്ക് അഭ്യർത്ഥിച്ചപ്പോൾ തന്നെ എല്ലാവരും മുന്നോട്ട് വരികയും അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇന്നത്തെ ഈ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിച്ച ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV എബ്രഹാമിന് പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ പേരിൽ നന്ദി പറയുന്നു. ഇന്നത്തെ പരിപാടി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീ ഗോപി കോട്ടമുറിക്കൽ കേരള ബാങ്ക് പ്രസിഡന്റ്, അദ്ദേഹത്തിന് ബാങ്കിന്റെ പേരിൽ നന്ദി പറയുന്നു. സ്വാഗതം ആശംസിച്ച ബാങ്ക് വൈസ് പ്രസിഡന്റ് AS സതീഷ്, ആശംസകൾ അർപ്പിച്ച ശ്രീമതി രമണിയ ജയൻ, ശ്രീമതി ഉഷ സോമൻ, ശ്രീമതി ഉഷ സദാശിവൻ, ശ്രീ KK പുഷ്കരൻ, ശ്രീമതി അജിത സുരേഷ്, ശ്രീ ദിലീപ്, ഇവർക്കും പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ പേരിൽ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ പ്രദർശനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന കൃഷി ഭവന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇക്കോ ഷോപ്പ്, ചെറായി കൈത്തറി സംഘം, പള്ളിപ്പുറം കയർ വ്യവസായ സംഘം, കയർ ഫെഡ്, കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘങ്ങൾ, സംരംഭകർ, ഇവർക്കും പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ പേരിൽ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്ന സംഘാടക സമിതി അംഗങ്ങൾ, അതിന് ഒരു സംഘാടക സമിതിയിലെ ഒരു അംഗം അരുണ ചേച്ചി ഇവിടെ പറഞ്ഞു. അരുണ ചേച്ചിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരം അർപ്പിച്ചുകൊണ്ട് തന്നെ സംഘാടക സമിതിക്ക് നന്ദി പറയുന്നു. ഇവിടെ എത്തിച്ചേർന്ന ഭരണസമിതി അംഗങ്ങൾ, മുൻ ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, മറ്റു സഹകാരികൾ, ഇതിനെല്ലാം അപ്പുറം തന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് വളരെ ഉത്സാഹം കാണിച്ച കൃഷി ഓഫീസർ നീതു അവർക്കും പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ പേരിൽ നന്ദി പറയുന്നു. ഈ ഇന്നത്തെ പരിപാടി മനോഹരമാക്കാൻ വേണ്ടി ഇവിടെ പന്തൽ അറേഞ്ച് ചെയ്ത മുരുകൻ, ലൈറ്റ് ആൻഡ് സൗണ്ട്, അവർക്കും അഡ്വർടൈസ്മെന്റ് ചെയ്ത ജോഷി, അവർക്കും പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മറ്റു സംഭവങ്ങൾ നന്ദി ശ്രീമതി അജിത സുരേഷ്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഗോശ്രീ വിഷൻ അത് ശക്തമായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും ഞാൻ ഈ സന്ദർഭത്തിൽ നേരുകയാണ്.